ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും ഒരു യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങുക കേട്ടോ. എനിക്കതാ പറയാനുള്ളത്. കാരണം ഡിലേ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മടി അല്ലെങ്കിൽ നമ്മളത് ഡിലേ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് പോകുന്നത്. അപ്പൊ ഇന്ന് ഇതിന് എഡ്യൂക്കേഷനോ ഒന്നും നമ്മളോട് യൂട്യൂബ് ചോദിക്കുന്നില്ല. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള കഴിവുകൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് യൂട്യൂബിലൂടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഡിലേ ആക്കി നാളെ ചെയ്യാം എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം യൂട്യൂബ് തുടങ്ങാൻ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്കാണ്, ഒരു ഡയറി. അപ്പം ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഡയറി ആയിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും, നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് ഓരോ ഐഡിയാസ് നമുക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ ഓരോ വാർത്തകൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യം ഒരു നോട്ട്ബുക്കിൽ ഒരു ഡയറിക്കകത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഒന്നാമത്തെ സാധനം ഡയറി. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ച് ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. ഇതിപ്പം ബുക്ക് എന്ന് പറയുമ്പോൾ എഴുതുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് സെൽഫി സ്റ്റിക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ടൂൾ കേട്ടോ. ഇത് ഞാൻ 2021 മേടിച്ച സാധനമാണ്. ഇത് ശരിക്കും എനിക്ക് നല്ല ഉപയോഗമായിരുന്നു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ട്രാവലിങ്ങിന് പോയപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഇത് എനിക്ക് നല്ല ഉപകാരമായിരുന്നു. നമുക്ക് പോർട്ടബിൾ, നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് ഫോൺ വെക്കാം. നമുക്കിത് നേരെ താഴേക്ക് സ്റ്റാൻഡ് പോലെ വെക്കുകയും ചെയ്യാം കേട്ടോ. ഇത് റിയൽമിയുടെ ആണ്. പിന്നെ ഇവിടെ ഒരു ബ്ലൂടൂത്തിന്റെ ഒരു ക്യാമറ ബട്ടണും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കത് ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇതിനൊരു ബാറ്ററി ഉണ്ട്. ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി പുറത്തേക്ക് എടുക്കാം. നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ, വാച്ചിന്റെ ബാറ്ററി അല്ലെങ്കിൽ ക്ലോക്കിന്റെ ബാറ്ററി പോലത്തെ. അത് നമുക്ക് ഇതിനകത്ത് അതിട്ടതിന് ശേഷം നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ അത് ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചർ ചെയ്തോളൂ. രണ്ടാമത്തെ സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഈ ലൈറ്റിങ്സ് ഒന്നും ഇല്ലാത്തൊരു വീട് അല്ലെങ്കിൽ ജനൽ വെളിച്ചം അതുപോലെ ഇല്ലാത്ത വീട്ടിൽ അല്ലെങ്കിൽ ഇരുണ്ട ഒരു സ്ഥലത്താണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് ഇത്. ഇതിന്റെ പേരാണ് റിംഗ് ലൈറ്റ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോസിലൊക്കെ ഞാൻ ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതും എക്സ്പെൻസീവ് ഉള്ളതും ഉണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷെ നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് 800 രൂപ അല്ലെങ്കിൽ 750 രൂപ ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. ഞാൻ ഈ സാധനങ്ങളെല്ലാം, അത് ഞാൻ മുൻകൂറായിട്ട് പറയണം, എനിക്ക് ശരിക്കും പറഞ്ഞാല് ഓൺലൈനായിട്ട് മേടിക്കുന്ന ഏത് പ്രൊഡക്റ്റിനും എനിക്ക് ഭയങ്കര എന്താ വെപ്രാളാണ്. അത് കേടാവുമോ എന്താണ്, നമ്മൾ നോക്കി മേടിക്കുന്ന സാധനമല്ല. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കടയിൽ പോയി മേടിക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം. പക്ഷെ ഈ സാധനം ഞാൻ കടയിൽ പോയി മേടിച്ചതാണ്. ഇതെനിക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 വർഷമായി ഞാൻ ഈ സാധനം മേടിച്ചിട്ട്. ഇതിന്റെ സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൻഡാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ റിംഗ് ലൈറ്റ്, നമ്മൾ എപ്പോഴും റിംഗ് ലൈറ്റ് വെക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ നേരെ മുഖത്തിന് ഇങ്ങനെ വെക്കാതെ ഈ ഒരു ആംഗിൾ, അതായത് നമ്മളുടെ തലയ്ക്ക് മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെളിച്ചം നമുക്ക് കിട്ടും. അത് എക്സ്ട്രാ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിച്ചതല്ല, ഇതെന്റെ അനിയന്റെയാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും. ഇതാണ് ഗോപ്രോ. ഓക്കെ, ഗോപ്രോ എന്ന് പറയുമ്പം ഇത് ഗോപ്രോയുടെ സ്റ്റാൻഡാണ്. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും തിരിക്കാം. അപ്പം ഇത് ഗോപ്രോ ഏത് വേർഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് ക്യാമറ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അതായത് ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. അങ്ങനെയാണിത്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ്. നമുക്കിത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മളുടെ ഓറൽ കമാൻഡ് സ്വീകരിക്കും കേട്ടോ. ഇപ്പൊ ഗോപ്രോ ടേൺ ഓഫ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ടേൺ ഓഫ് ഒക്കെ ആവും. അപ്പം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതൊരു 30,000 രൂപയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിയത് 18,000 20,000 രൂപയുടെ ആണ് കേട്ടോ. ഇത് കുഴപ്പമില്ല. പക്ഷെ ആദ്യം ഞാനിതൊന്നും ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ഞാൻ ആകെ 2-3 വീഡിയോസിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞത് മാത്രം. ഓക്കെ, രണ്ടാമത്തെ സാധനമാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും.
ഇല്ലെങ്കിൽ മേടിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഈ പവർ ബാങ്ക് ശരിക്കും പറഞ്ഞാൽ ഉപയോഗം ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഈ റിംഗ് ലൈറ്റിന് എപ്പോഴും ഒരു ഇങ്ങനത്തെ ഒരു ഡാറ്റ കേബിൾ ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്കൊക്കെ പ്ലഗ് കണ്ടുപിടിക്കാൻ നടക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സാധനം ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഓൺ ബട്ടൺ ഉണ്ട്, അതിങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇത് പല യൂട്യൂബിലെ ആൾക്കാരും കാണിച്ചതായിരിക്കാം, എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടോട്ടെ കേട്ടോ. അപ്പം ഇതൊരു ലൈറ്റ്, ഇതൊരു ലൈറ്റ്, ഇതൊരു ലൈറ്റ്, 3 ടൈപ്പ് ഓഫ് ലൈറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ലൈറ്റ് എന്റെ മുഖത്തേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു മിനിറ്റ് ഓഫ് ആക്കട്ടെ കേട്ടോ. മൈക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, എങ്കിലും നമ്മൾ ഒരുപാട് ക്രൗഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ മൈക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു വോയിസ് മതി. ഇപ്പൊ ഞാൻ നോർമൽ വോയിസിലാണ് സംസാരിക്കുന്നത്. ഹലോ ഹലോ, ഞാൻ രണ്ടിന്റെ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഹലോ ഹലോ ഇങ്ങനെ ഊതുമ്പോ ഒക്കെ നമുക്ക് മൈക്കിന്റെ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്ട് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ പൊട്ടുന്നതോ അതിന്റെയൊക്കെ കടുക് പൊട്ടുന്നതിന്റെയൊക്കെ സൗണ്ട് ഒക്കെ നമുക്ക് വരുന്നതുകൊണ്ട് വോയിസ് ക്ലിയർ ആവണമെന്നില്ല. പക്ഷെ എപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രസന്റേഷൻ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വോയിസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം മറുവശത്തിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് അത് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വോയിസ് കൊടുത്തേ പറ്റുള്ളൂ. അതിന് ഞാൻ മേടിച്ചൊരു സാധനം, റീസെന്റ് മേടിച്ചൊരു സാധനമാണ് ഈ മൈക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഇത് കോളർ മൈക്കാണ്. കോളർ മൈക്ക് എന്ന് പറഞ്ഞാൽ മതി, എല്ലാ കടകളിലും ഉണ്ടാവില്ല. ഞാനത് തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ തൃശ്ശൂരത്തെ ആരെങ്കിലും എന്റെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് കേട്ടോ. മെട്രോ എന്ന് പറഞ്ഞുള്ള കട എന്ന് പറയുമ്പം നമ്മളുടെ ഡിജിറ്റൽ ആയിട്ടുള്ള എനിക്ക് ശരിക്കും GB റോഡ് എന്നാ പറയുക, ആ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും മെട്രോ എന്ന് പറഞ്ഞ കടയിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് പല വെറൈറ്റീസിലുള്ള സാധനങ്ങൾ കിട്ടും. എനിക്ക് എപ്പോഴും അവിടെ പോകാനാണ്, ഈവൻ ഫോണിന്റെ അക്സസറീസ് ആണെങ്കിൽ പോലും എന്റെ അനിയൻ എടുത്തു തരും, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടാണ് കേട്ടോ എടുക്കുക. എനിക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കടയാണ് ഈ മെട്രോ. അധികം പൈസ ഒരുപാട് മേടിക്കുന്നവരല്ല, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കടയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് കേട്ടോ. അപ്പൊ മെട്രോ എന്ന കട ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഇത് കോളറിലേക്ക് ഇത് വെക്കുന്നു. ഇതാണ് മൈക്ക് കേട്ടോ, വയർലെസ് മൈക്രോഫോൺ X2 എന്നാണ് പേര് കേട്ടോ. അപ്പൊ ഇത് 2 എണ്ണം ഉണ്ട്, പിന്നെ അതിന്റെ പിന്നൊരെണ്ണം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ആപ്പിളിന്റെ ഫോണിലേക്കാണ് നിങ്ങൾ കുത്തുന്നതെന്നുണ്ടെങ്കിൽ അതും, പിന്നെ ബ്ലൂടൂത്ത് ഒന്നും ഇതിനകത്ത് ഓണാക്കാൻ നിൽക്കണ്ട, നമ്മൾ ചാർജിങ് പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ ഇത് മൈക്കിലേക്കും കണക്ട് ചെയ്യാം, നോർമൽ നമ്മളുടെ വലിയ മൈക്കൊക്കെ ഉണ്ടല്ലോ അതിലേക്കും കണക്ട് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സാധനമാണ് ട്രൈപോഡ് കേട്ടോ. അപ്പൊ ട്രൈപോഡ് എടുത്തിട്ട് വരാം, ഒരു മിനിറ്റ്. ഇതിപ്പോ ഞാൻ മൈക്ക് ഇല്ലാതെ സംസാരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്, ഭയങ്കര ചൂടാണ്. അപ്പം ഇത് മൈക്ക് ഇല്ലാതെ സംസാരിക്കുന്നതാണ്. ഇനി മൈക്ക് ഉള്ളത് കാണിക്കാമേ. മൈക്ക് ഉള്ളത് കാണിക്കും. ഇതാണ് സി പോർട്ട്. ഇത് നമ്മളുടെ ആപ്പിളിൽ യൂസ് ചെയ്യുന്ന ചാർജിങ് പോർട്ടിൽ വരുന്നതാണ് കേട്ടോ. iPhone 15 മുതലുള്ളവർക്ക് സി പോർട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് സി പോർട്ട് വന്നത്. അപ്പം സി പോർട്ട് നമ്മൾ ചാർജിങ് പോർട്ടിലേക്ക് കുത്തി കഴിയുന്ന സമയത്ത് ഇത് കണക്റ്റ് ആവും. ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കണക്റ്റ് ആയിട്ടില്ല എന്നാണ്. പിന്നെ ഇത് ബ്ലിങ്ക് ചെയ്യുന്നില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ട് ആയി. ഇനി ഞാൻ മൈക്കിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മൈക്കിൽ സംസാരിക്കുന്നതും അല്ലാതെ സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഈ മൈക്കിനെ പറ്റിയുള്ള റിവ്യൂ ഞാൻ ഇടാൻ വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഈ മൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഒരു ട്രൈപോഡ്, ഇത് ഡിജിടെക്കിന്റെ ആണ് കേട്ടോ. ഡിജിടെക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ഓൺലൈനിൽ നോക്കി മേടിച്ചാണ്. പക്ഷെ ഇത് എനിക്ക് ശരിക്കും ഒരു പറ്റീരായിപ്പോയി. പറ്റീരെന്നല്ല, ഇത് കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഒരു 2-3 പ്രാവശ്യം ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇതിന്റെ സ്ക്രൂ കുറച്ചൊക്കെ ലൂസായി പോകുന്നു. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇതിന്റെ സ്ക്രൂ ഒന്നും എവിടെയും മേടിക്കാൻ കിട്ടത്തില്ല, അതാണ് കേട്ടോ. അപ്പൊ എനിക്കിത് കുറച്ചൊരടി പറ്റി. പക്ഷെ ഇത് നല്ല നീളമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഈ റിംഗ് ലൈറ്റ് വെക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കടയിൽ പോയി, അതായത് ഞാൻ പറഞ്ഞ തൃശ്ശൂരിലെ കടയിൽ പോയി മേടിച്ച സാധനമാണ് ട്രൈപോഡ്. അത് നമുക്ക് ഫോണും വെക്കാം, ക്യാമറയും വെക്കാം, അത്യാവശ്യം എല്ലാ ഡിറക്ഷനിലേക്ക് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാം. അതിനകത്തും റിംഗ് ലൈറ്റ് വെക്കാം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് എനിക്ക് കുറച്ചും കൂടി ഉപകാരമായിട്ട് തോന്നിയത്. അപ്പം ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. റിംഗ് ലൈറ്റ് വെക്കാനായിട്ട് ഇത് എന്തായാലും ഉപകാരമാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ അടിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. വൈഡായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈഡായിട്ട് വെക്കാം. പിന്നെ ഇത് ഇങ്ങനെയാണ് കേട്ടോ മടക്കി വെക്കുക. പിന്നെ ഇതിന് ചില റിംഗ് ലൈറ്റ്സിനൊക്കെ ബാഗ് ഉണ്ടാവും കേട്ടോ.
ഒരു നമ്മൾ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കത്തില്ല, അങ്ങനത്തെ ഒരു സൈഡ് ബാഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ട്രൈപോഡിന്റെ ബാഗ് ഉള്ള ട്രൈപോഡ് മേടിക്കാൻ നോക്കുക. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒരു തെർമോക്കോൾ കേട്ടോ. ഈ തെർമോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫ്രിഡ്ജ് മേടിച്ചതിന്റെ തെർമോക്കോളാണ്. അതിന്റെ ഒരു ചെറിയൊരു പീസാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിംഗ് ലൈറ്റിന് നേരെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ആ റിംഗ് ലൈറ്റിന് നേരെ ഇങ്ങനെ, അതായത് ഇങ്ങനെ വെക്കുക. അപ്പൊ ഈ വൈറ്റിലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത് റിഫ്ലക്ഷൻ നമ്മുടെ മുഖത്തേക്കായിരിക്കും വരിക. അപ്പൊ തെർമോക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് സർഫസിലുള്ള വൈറ്റ് ബോർഡോ പ്ലൈവുഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെക്കണം. പക്ഷെ അത് വൈറ്റ് ആവണം എന്നല്ല മാത്രം. പിന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാം. പിന്നെ എന്റെ ട്രൈപോഡ് ഞാൻ കാണിച്ചു തരാം. ട്രൈപോഡ് ഇതാണ് കേട്ടോ. ഞാൻ മേടിച്ചിരിക്കുന്ന ട്രൈപോഡ്. അതിൽ നമ്മൾ സൂട്ട് ചെയ്തത് എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം. സോറി, ഇത്ര നേരം വോയിസ് കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനൊരു ബാഗ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അപ്പോ ബാഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഇതിപ്പം പോർട്ടബിൾ ആണെങ്കിൽ പോലും നമുക്കിത് കൊണ്ടുപോകുമ്പോൾ സ്ക്രൂ എന്തെങ്കിലും ഇളകി പോകുന്നുണ്ടോന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിത് ബാഗിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ ഇതിനെ ഞാൻ പരിചയപ്പെടുത്തി. ഇതിന്റെ കമ്പനിയുടെ പേര് നീഫോ എന്നാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താന്ന് വെച്ചാല് ഫോണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 15 ആണ് യൂസ് ചെയ്യുന്നത്. ഐഫോണിലല്ല ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോ തുടങ്ങിയത്. ഞാൻ റിയൽമിന്റെ 8S 5Gയിലാണ് ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോ തുടങ്ങിയത്. പിന്നീടാണ് നല്ല ക്ലാരിറ്റി ഒക്കെ വേണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോൺ മേടിച്ചു തന്നത്. എങ്കിലും നോർമൽ ഫോണിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മളുടെ ഫോണിലല്ല നമ്മളുടെ പ്രധാനം, നമ്മളുടെ കോണ്ടന്റും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ചെയ്യുന്ന വോയിസ്, പിന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ മാത്രമാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ കുറ്റവും കുറവുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാവരും ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ പെർഫെക്ഷൻ ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ വീഡിയോ എടുത്തു തരണമെന്നോ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ നമ്മൾ എടുത്തിരിക്കും. അങ്ങനെയുള്ള ഒരു ചിന്താഗതി മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ആരും എടുത്തു തരാനില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, നമ്മളെല്ലാവരും കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ, അത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു കളിയാക്കലൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കളിയാക്കൽ കേൾക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ ഒന്നും കൂടെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അത് മാറ്റി വെച്ച് അതിനെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വന്നാലേ നിങ്ങൾക്കൊരു ഏതിലാണെങ്കിലും ഒരു സക്സസ് കാണാൻ പറ്റുള്ളൂ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബാക്കിയുള്ള ആർക്കെങ്കിലും ഇത് യൂട്യൂബ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വഴി എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷം മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് ഒന്ന് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.